പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങൾ കാരണം കേരളത്തിലേക്കുള്ള അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ 44% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. സർവീസുകൾ വെട്ടിക്കുറച്ചും ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നതുമാണ് വൻ തിരിച്ചടിയായത്. കണ്ണൂരിനാണ് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും വലിയ ആഘാതം നേരിട്ടത്. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടർന്നതിൽ ശരിക്കും വെട്ടിലായത് വ്യോമയാന മേഖല തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വ്യോമയാന മേഖലയ്ക്ക് ഇത് കടുത്ത തിരിച്ചടി തന്നെയാണ് നൽകിയത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് 2026 മാർച്ചിലെ കണക്കുകൾ പ്രകാരം കേരളത്തിലേക്കുള്ള അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 44% വന്നിടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2025 മാർച്ചിൽ 8,86,728 യാത്രക്കാർ യാത്ര ചെയ്തിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ചിലാകട്ടെ 4,94,429 അത് കുറഞ്ഞു. യുദ്ധം മൂലം സർവീസുകൾ വെട്ടിക്കുറച്ചതാണ് പ്രധാന കാരണം. മാത്രമല്ല, ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നതും വലിയ തിരിച്ചടി തന്നെയാണ് വ്യോമയാന മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ ആഘാതം നേരിട്ടത് കണ്ണൂരിലാണ്. 2025 മാർച്ചിൽ 70,195 അന്താരാഷ്ട്ര യാത്രക്കാരുണ്ടായിരുന്ന സ്ഥാനത്ത് 2026 കണക്കുകൾ നോക്കുകയാണെങ്കിൽ മാർച്ചിൽ വെറും 5,329 പേർ മാത്രമാണ് കണ്ണൂരിലൂടെ യാത്ര ചെയ്തത്. 92% ഇവിടെ ഇടിവ് രേഖപ്പെടുത്തുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാകട്ടെ യാത്രക്കാരുടെ എണ്ണത്തിൽ 37% കുറവാണ് രേഖപ്പെടുത്തുന്നത്. 2025 മാർച്ചിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 3,97,152 നിന്ന് ഇക്കഴിഞ്ഞ മാർച്ചിലേത് നോക്കുകയാണെങ്കിൽ 2,51,961 യാത്രക്കാരാണ് യാത്ര ചെയ്തത്. കോഴിക്കോട് വിമാനത്താവളത്തിലും വലിയ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. അതായത് രാജ്യാന്തര യാത്രക്കാരുടെ 47% ഇവിടെ കണക്കുകൂട്ടുന്നത്. 2025 2,34,182 യാത്രക്കാർ യാത്ര ചെയ്തിരുന്നു. എന്നാൽ 2026 1,23,237 അത് കുറഞ്ഞു. കൂടാതെ കൊച്ചി എയർപോർട്ടിലേക്കുള്ള സർവീസുകൾ 2,636 നിന്ന് 1,532 കുറയുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോടാകട്ടെ മുൻവർഷം മാർച്ചിൽ 1,725 സർവീസ് നടന്നിടത്ത് ഇത്തവണ 789 സർവീസ് മാത്രമാണ് നടന്നത്. കണ്ണൂരിൽ 2025 മാർച്ചിൽ 567 സർവീസാണ് നടത്തിയത്. എന്നാൽ 2026 മാർച്ചിലാകട്ടെ 36 എണ്ണമായി അത് കുറഞ്ഞു. അതേപോലെ തിരുവനന്തപുരത്തേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകളുടെ എണ്ണവും 1,207 നിന്ന് 688 കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ പല ഗൾഫ് രാജ്യങ്ങളും വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിമാന കമ്പനികളും വിമാനത്താവളങ്ങളും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.